ഓക്കെ, എൻ്റെ പേര് റിനോ. ഞാൻ നാട്ടിൽ കോട്ടയം ചിങ്ങവനം എന്നാണ് പറഞ്ഞ സ്ഥലം. ഞാൻ വളരെ നാളായിട്ട് ഒരു ആഗ്രഹമായിരുന്നു ഒരു ഡിഗ്രി കോഴ്സ് അറ്റൻഡ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ അത് നടക്കുന്നില്ലായിരുന്നു, ഓരോ സാഹചര്യങ്ങൾ വെച്ചിട്ട്. അങ്ങനെ വളരെ യാദൃശ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം ഇങ്ങനെ അതുപോലെ ഈ ലാംഗ്വേജിനെ പറ്റി ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുവാനിടയായത്. ഒന്ന് രണ്ട് നിങ്ങളുടെ പ്രൊമോഷണൽ വീഡിയോകളൊക്കെ കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഈ എങ്ങനെ ഒരു ഡിഗ്രി എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ +2 ആണ് എൻ്റെ ലാസ്റ്റ്. അത് കഴിഞ്ഞ് ഡിപ്ലോമ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ പഠിക്കാനുള്ള സാഹചര്യത്തിന്റെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വളരെ ലോങ് ടൈം ഗ്യാപ്പായി. ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 24 വർഷം ഗ്യാപ്പ്. 24 വർഷം. അത് പക്ഷെ എൻ്റെ ഉള്ളിലൊരു വലിയ ആഗ്രഹമായിരുന്നു, എങ്ങനെ ഇത് പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഡിഗ്രി. എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്ന ഒരു MBA എടുക്കണമെന്നാണ്. അതിനുവേണ്ടി ഇങ്ങനെ പരിശ്രമിക്കണം. ഫാമിലി നല്ലതായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വളരെ യാദൃശ്യമായിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചതേ ഉള്ളൂ. പിന്നെ ചുമ്മാ അയച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഫോളോ അപ്പിന്റെ ഒന്നും പ്രതീകമായിട്ട് ഒരു തള്ളിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ രീതി ഓട്ടോമാറ്റിക് വഴി ഇല്ലാത്ത വീണ്. അങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ഇപ്പം BBA സ്റ്റാർട്ട് ആയല്ലോ എന്നുള്ളതാണ്. പക്ഷെ ഒന്നും ഭയങ്കര ഇച്ചിരി എളുപ്പം മട്ടാണ് ഓപ്പണായിട്ട് പറഞ്ഞ. കാരണം പല ജോലിയുടെ പരമായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേനാണ് പിന്നെ ഇങ്ങനെ മെന്റർ ഇങ്ങനെ കൂടെ കൂടെ ചോദിക്കും. ചില സമയത്ത് ദൈവം വിളിക്കുമ്പോൾ അറിയോ BBAക്ക് അഡ്മിഷൻ ആയല്ലോ, എടുത്തിട്ടുണ്ടല്ലോ. ശരിയായിട്ടും പ്രോപ്പറായിട്ടൊരു ട്രാക്ക് വന്നിട്ടില്ല. ഇന്നാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത് പോലും അത്ര. ഞാനൊക്കെ പഠിക്കുമ്പോൾ അസൈൻമെന്റിന്റെ ഒരു അങ്ങനെയൊന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ അസൈൻമെന്റ് വഴിയൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ക്ലാസ്സുകളും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു ലൈനിൽ വന്നിട്ടില്ല എന്ന് പറയുന്നത്. അതൊരിക്കലും പറയുന്നതിനപ്പുറം നിങ്ങൾ ഒന്ന് നിന്നാൽ മതി. നിങ്ങൾ തള്ളി വിട്ടോളൂ എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് അസൈൻമെന്റ് ഒക്കെ എഴുതണമെന്ന് പേപ്പർ, ഒരു ബണ്ടിൽ പേപ്പർ മേടിച്ചു വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയായി. അപ്പൊ ഇങ്ങനെ ചോദിക്കും എഴുതിയോ. അപ്പൊ പിന്നെ ഒരു നാണക്കേട് കൊണ്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ് കേൾക്കാനായിട്ട് ഇതുപോലെ കണ്ടോ ചോദിക്കുമ്പോൾ പിന്നെ എന്നാണേലും കുത്തിയിരുന്ന് കാണും. വെളുപ്പിനെ 4 മണിക്കൊക്കെ കുത്തിയിരുന്ന് കാണും. പിന്നെ ഉറക്കത്തിലാണെങ്കിൽ വെളുപ്പിനെ 4 മണിക്കൊക്കെ എഴുന്നേക്കാണ്. എന്നിട്ട് വൈകിട്ട് എന്നാലും നടക്കത്തില്ല. ഇപ്പൊ അതുകൊണ്ട് അലാറം വെച്ചിപ്പോ കഴിഞ്ഞ ദിവസമായിട്ട് 4 മണിയാകുമ്പോൾ വെളുപ്പിന് എഴുന്നേറ്റ് കാണുകയും പഠിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ക്ലാസ്സും നിങ്ങളുടെ കണ്ടിട്ടുണ്ട്. സെഷൻ ഓൾമോസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ട്. 1-2 മിസ്സായിട്ടുണ്ട് തിരക്കിന്റെ ഭാഗമായിട്ട്. ഇന്ന് വളരെ യാദൃശ്യമായിട്ട് ഇന്ന് പിന്നെ കയറാൻ പറ്റി. ഓൺ ഡ്യൂട്ടിയിലാണ്. താങ്ക് യു സോ മച്ച്.